വിശേഷങ്ങളുമായിട്ട് നമ്മുടെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനായിട്ട്, ഇതുവരെ സന്തോഷിപ്പിക്കുകയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതുപോലെ തന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഇച്ചിരി കുസൃതിയൊക്കെ ആയിട്ട് എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ചെറിയ കൃഷിത്തോട്ടം അതിനകത്തേക്ക് അങ്ങ് ഇറങ്ങാം. അപ്പോൾ ഇന്ന് കൊല നടത്താനുള്ള അവസരം എനിക്ക് തന്നിരിക്കുകയാണ്. ചെറിയ കൊലയായതുകൊണ്ട് ആഞ്ഞം വിട്ടോണം. ഈശ്വര കാത്തോളണേ. ഈ കോവിഡിനൊന്നും നമ്മളെ തോൽപ്പിക്കാനാവില്ല മാഷേ. പറയുന്നത് മിമിക്രി താരം സുബി സുരേഷ്. പാട്ടും മിമിക്രിയും ഒന്നുമില്ലെങ്കിലും ദേ ഇതുപോലെ മണ്ണിലിറങ്ങി നന്നായി കിളയ്ക്കും. പച്ചക്കറിയും കപ്പയും വാഴയും ചേനയും ചേമ്പുമൊക്കെ കൃഷി ചെയ്ത് അന്തസ്സായി ജീവിക്കും. നമ്മളോടാ കളി. ഈ ഒരു സൈഡ് മൊത്തം വാഴയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഓണത്തിന്റെ സമയത്തൊക്കെ ഒരു 10-15 കൊലയുണ്ട്. ഒരു 5-6 കൊല ഞങ്ങൾ വെട്ടി. ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് കൊലച്ചിട്ടൊക്കെ ഒരു 10-12ഓളം കൊല നിൽക്കുന്നുണ്ട്. ഇവിടെ കൂടുതലുള്ളത് റോബസ്റ്റ പഴം, നമ്മുടെ ചിങ്ങമ്പഴം എന്ന് പറഞ്ഞ റോബസ്റ്റ പഴമുണ്ട്. അതിനകത്ത് ഒരു കുഞ്ഞു പ്ലാവാണ്. ആ പ്ലാവിനകത്ത് ചക്കയൊക്കെ ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ചക്ക ഇത്ര ഉള്ള പ്ലാവിന് ഇച്ചിരി അഹങ്കാരം വെച്ചോന്നറിയില്ല, കൊട്ടക്കണക്കിന് ചക്ക ഉണ്ടായിട്ടുണ്ട്. ഒറ്റടിക്ക് ആദ്യമായിട്ട് ഉണ്ടാവുന്ന, അതേവിടെ തട്ടായിട്ട് കുറേ ചക്ക ഉണ്ടായിട്ടുണ്ട് ഒരു കുഞ്ഞു പ്ലാവിൽ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ വെണ്ട നട്ടിട്ട്. അപ്പോൾ നല്ല ചാണകമൊക്കെ കൊണ്ടുവന്നിട്ടിട്ട്, നല്ല പോത്തിൻ്റെ ചാണകം ഒക്കെ കൊണ്ടുവന്നിട്ടിട്ട് വേഗം തന്നെ ഇതേ നല്ല വെണ്ട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നല്ല പൊക്കം വയ്ക്കുന്ന ടൈപ്പാണ് കേട്ടോ, ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇത് ഒരെണ്ണം വിത്തിന് വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇത് വെണ്ടയാണ് നിൽക്കുന്നത്. ഒരു സൈഡ് ഫുള്ള് ഞങ്ങൾ വെണ്ട നട്ടേക്കുവാണ്. പച്ചമുളക് ഇതൊക്കെ നിറയെ ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറിക്കുന്നതാണ്. നമ്മൾ അധികമായിട്ടില്ല നട്ടിട്ട്. ഇതുണ്ടോ കാന്താരിയൊക്കെ ഉണ്ടായി തുടങ്ങി. കാന്താരി പറിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കപ്പയുടെ ഒപ്പം നല്ല ഉള്ളിയൊക്കെ അരച്ച് നല്ല വാളംപുളിയൊക്കെ ഇട്ട് ചമ്മന്തി അരയ്ക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ചൊറുക്കയിലിട്ട് വെക്കുക. എന്നിട്ട് ചൊറുക്കയിൽ ഉപ്പ് ഇട്ട് വെച്ചിട്ട് ചോറൊക്കെ തിന്നുമിച്ച് തൈരൊക്കെ കൂട്ടി ഞെരടിയിട്ട് വായിൽ വെള്ളം വരാൻ പാകത്തിന് കഴിക്കുക. ഇത് ഒരു പ്രത്യേകത ഉള്ളൊരു മരമാണ്. പക്ഷേ എന്ത് പ്രത്യേകത എന്ന് ഞാൻ പറയുന്നില്ല, അത് ചിലപ്പോൾ അത് പറഞ്ഞാൽ ശരിയാവില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ മരം കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാല്യൂ ഉള്ളൊരു മരമാണ്. ഈ മരം സാധാരണ കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഞങ്ങളുടെ ഒരു അറിവ്. ഇത് നമുക്ക് നേരിട്ട് അറിയാവുന്നതല്ല. നമ്മുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വന്ന് കണ്ടപ്പോഴാണ് ഈ മരം ഒരു വാല്യൂ ഉള്ളൊരു മരമാണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത്. കറ്റാർവാഴ ഞങ്ങൾ നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്നോ കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ. നല്ല വിത്തായിരുന്നു എന്ന് തോന്നുന്നു, നല്ല ഇതായിരുന്നു എന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ ഉണ്ടായി. 3-4 ചട്ടികളിൽ നിൽക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചൊന്നും അധികം പഠിക്കാത്തതുകൊണ്ട് ഇതുവരെ ഞാനെടുത്ത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികളും ഇവിടെ നിന്ന് വന്ന് പറിച്ചുകൊണ്ട് പോകാറുണ്ട്. ഉള്ളതിലിപ്പോൾ മൂത്ത് കിടക്കുന്ന എങ്കിൽ ഒരു 10 ദിവസം കൂടി കഴിഞ്ഞെങ്കിൽ നമുക്ക് വെട്ടായിരുന്നു. അങ്ങനെ കിടക്കുന്ന വിളഞ്ഞ് കിടക്കുന്ന ഒരു വളരെ ചെറിയ കൊലയാണ് നിൽക്കുന്നത്. പറമ്പിൽ മൂത്തു പാകമായി നിന്ന ഞാലിപ്പൂവൻ വാഴക്കുല വെട്ടി തോളിൽ വെച്ച് നടക്കുമ്പോൾ മിമിക്രി താരം സുബി സുരേഷിന് ഒരു പുരസ്കാര ജേതാവിന്റെ ഭാവം. ന്യൂസ് ഡെസ്ക് കൗമുദി.